നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേൾക്കുന്നു, ജീവനില്ലാത്ത ഒരു CPM ജനറൽ സെക്രട്ടറി. MA ബേബിക്ക് എന്തുപറ്റി എന്ന സംശയമായിരുന്നു പൊതുവെ ഉയർന്നത്. കേരളത്തിൽ ഉഗ്രപ്രതാപിയായി നിൽക്കുന്ന പിണറായി വിജയന് മുന്നിൽ പലപ്പോഴും മുട്ടിടിച്ച് നിൽക്കാനേ ജനറൽ സെക്രട്ടറിയായ MA ബേബിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പിണറായിയെ തിരുത്താനോ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും ഒരു റോൾ എടുക്കാനോ MA ബേബി ഭയപ്പെട്ടു. കേരളത്തിലെ ഒട്ടുമിക്ക മുതിർന്ന നേതാക്കളെയും വെട്ടിയൊരുക്കിയ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലമായി തികച്ചും ഒരു ഏകാധിപതിയായിരുന്നു പാർട്ടിയിൽ. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി പിണറായിക്ക് മുന്നിൽ താണു കേടു നിന്നു. ഡൽഹിയിൽ ചിലവ് കഴിയണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഫണ്ടെത്തണം. അതുകൊണ്ട് പിണറായിയെ പിണക്കിയാൽ ശരിയാവില്ല. എന്നാൽ ഇപ്പോൾ MA ബേബി പിണറായി വിജയന് മുന്നിൽ പത്തി വിരിക്കുന്ന കാഴ്ച കേരളത്തെ അത്ഭുതപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചുവെന്നും പിണറായി വിജയൻ തന്നെയാവും വരുന്ന പ്രതിപക്ഷ നേതാവെന്നും ഇന്നലെ മാധ്യമ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ മാധ്യമ വാർത്തകൾ കണ്ട MA ബേബി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. താനറിയാതെ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവോ? നിയമസഭാ കക്ഷി ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുത്ത് പാർട്ടി അനുമതിയോടെ പ്രഖ്യാപിക്കുന്ന കീഴ്വഴക്കമാണ് CPMൽ. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇന്നലെ പിണറായി വിജയൻ പടിയിറങ്ങുമെന്നും ചിന്താ ഫ്ലാറ്റിലേക്ക് മാറുമെന്നും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിണറായിയുടെ അനുകൂലികൾ ഒത്തുചേർന്ന് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരട്ടെ എന്ന തീരുമാനം കൈക്കൊണ്ടു. പിണറായിയുടെ സുരക്ഷയും ശുശ്രൂഷയും കണക്കിലെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി തുടരുന്നതാണ് നല്ലത്. 23ഓളം സ്റ്റാഫിനെ നിയമിക്കാം. കന്റോൺമെൻറ് ഹൗസിൽ സുഖമായി ജീവിക്കാം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി നിന്നാൽ ഭരണപക്ഷം വിരളുമെന്നൊക്കെ ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ MA ബേബി അപകടം മനസ്സിലാക്കി ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ശക്തമായ നിലപാട് വ്യക്തമാക്കി. സഖാക്കൾക്ക് തുറത്തടിക്കാം എന്നാണ് ഇപ്പോൾ MA ബേബി പറയുന്നത്. പാർട്ടി വളരെ ഓപ്പണായി അഭിപ്രായ പ്രകടനങ്ങൾ തേടും. എന്തുകൊണ്ടാണ് തോൽവി എന്ന് കൃത്യമായി പരിശോധിക്കും. ഇനി ആരും ഭയപ്പെടേണ്ട ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ MA ബേബിയുടെ പുതിയ നിലപാട്. 10 വർഷ ഭരണത്തിന് ശേഷമാണ് CPM ഇപ്പോൾ പ്രതിപക്ഷ നിരയിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ പിണറായി വിജയൻ്റെ പൂർണ്ണ അപ്രമാദിത്വത്തിന് അന്ത്യമാകുന്നു. സമ്പൂർണ്ണമായി പരാജയപ്പെട്ടെങ്കിലും പ്രതിപക്ഷ നേതാവായി തുടരാം എന്ന പിണറായി വിജയൻ്റെ മോഹത്തിന് അങ്ങനെ പൂട്ടുവീഴുന്നു. പ്രതിപക്ഷ നേതാവിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് MA ബേബി വ്യക്തമാക്കുന്നത്. അതിനു മുൻപ് കുറേയേറെ ഉത്തരവാദിത്തങ്ങൾ പാർട്ടിക്ക് ചെയ്തു തീർക്കാനുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കേൾക്കണം. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങുമ്പോൾ അവിടെ ഒരു കൊടിവെച്ച കാറും ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ് ഹൗസും സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിനാണ് MA ബേബി ഇപ്പോൾ പൂട്ടിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തുടർന്നാൽ പാർട്ടിയുടെ സമ്പൂർണ്ണ പതനത്തിന് അത് കാരണമാകുമെന്ന് പാർട്ടിയിലെ അവശേഷിക്കുന്ന നേതാക്കൾ കരുതുന്നു. പിണറായിക്ക് ശേഷം ഒരു രണ്ടാം തലമുറ കേരളത്തിൽ വാർത്തെടുത്തിട്ടില്ല. മുൻപൊക്കെ UDF ഭരിക്കുമ്പോൾ ശക്തമായ നേതൃനിര CPMനുണ്ടായിരുന്നു. EK നായനാരും VS അച്യുതാനന്ദനും ഒക്കെ ചേർന്ന വലിയൊരു നേതൃനിര. ഏറ്റവും ഒടുവിൽ കോടിയേരിയുടെ ഓർമ്മകൾ. ആ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന മുദ്രാവാക്യം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുന്നു. 2021 തെരഞ്ഞെടുപ്പിന് ശേഷവും G സുധാകരൻ, തോമസ് ഐസക് തുടങ്ങി നിരവധി പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പേര് KK ശൈലജയുടേത്. KK ശൈലജ 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തെത്തും എന്നൊക്കെ ആ കാലഘട്ടത്തിൽ പ്രതീക്ഷിച്ചു. CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലായിരുന്നു അക്കാലത്ത് ശൈലജയെ വാഴ്ത്തിപ്പാടിയത്. എന്നാൽ പിന്നീട് KK ശൈലജയെ വെട്ടിയൊരുക്കിയ പിണറായി വിജയൻ്റെ കുതന്ത്രങ്ങളാണ് കേരളം കണ്ടത്. 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ല. പിന്നീട് വടകരയിലിട്ട് ഒതുക്കാൻ നോക്കി. ഒടുവിൽ പേരാവൂരിലിട്ട് പച്ചയ്ക്ക് തോൽപ്പിച്ചു. ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റ് രാത്രി വൈകുവോളം ചർച്ചകളിൽ നീണ്ടു. ജനവികാരം മനസ്സിലാക്കാതെയും അണികളുടെ ആശങ്കകൾ കേൾക്കാതെയും മുന്നോട്ടു പോയതാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് സെക്രട്ടേറിയറ്റിൽ ചിലരൊക്കെ തുറന്നടിച്ചു. അപ്പോഴൊക്കെ പിണറായി വിജയൻ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാൻ ഭയപ്പെട്ടു നിന്നു. എന്നാൽ സെക്രട്ടേറിയറ്റിനിടയിൽ ഒരു കുറിപ്പുമായി MV ഗോവിന്ദനെ മാധ്യമപ്രവർത്തകരുടെ അടുക്കലേക്ക് അയച്ചത് MA ബേബി തന്നെ. ഈ കുറിപ്പിൽ ഭയമേതുമില്ലാതെ സ്വതന്ത്രമായി എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇനി അഭിപ്രായം പറയാം എന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ പാർട്ടിയുടെ കടിഞ്ഞാൺ MA ബേബി ഏറ്റെടുത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പുതിയൊരു അധികാര കേന്ദ്രത്തിൻ്റെ ഉദയമായി ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതുന്നു. തോൽവി ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കരുത് എന്ന് MA ബേബി ചിലരോടൊക്കെ ഉപദേശം നൽകി. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു നീങ്ങിയില്ല എങ്കിൽ 2031 ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയില്ല.
ഒരു നിര യുവനേതാക്കളെ വളർത്തിക്കൊണ്ടുവരണം. അവർ ജനകീയരായിരിക്കണം. ഇപ്പോൾ നിയമസഭയിൽ നമുക്ക് തിളക്കമുള്ള യുവനേതൃത്വമില്ല. പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുന്നത് പാർട്ടിയുടെ ഇമേജിന് പൂർണ്ണ മങ്ങലേൽപ്പിക്കും എന്ന് പാർട്ടി നേതാക്കൾ അടക്കം പറയുന്നു. CPI ഇക്കാര്യം തുറന്നടിച്ചു. ഒരു കാരണവശാലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുത് എന്നാണ് CPIയുടെ പരസ്യ നിലപാട്. മുഖ്യമന്ത്രി എന്ന നിലയിലുണ്ടായ ഭരണവിരുദ്ധ വികാരമാണ് പാർട്ടിയെ 35 സീറ്റുകളിലേക്ക് ഒതുക്കി കൂട്ടിയത് എന്ന പൊതുവികാരം ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വ്യക്തമായിരുന്നു. അതേ വ്യക്തി തന്നെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തികച്ചും തെറ്റായ സന്ദേശം നൽകും. പാർലമെന്ററി നേതൃത്വത്തിൽ പുതിയ മുഖങ്ങൾ വരണമെന്ന് അവർ വാദിക്കുന്നു. പൂർണ്ണമായും അടിത്തറ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് CPM എന്ന് നേതാക്കൾ വിലയിരുത്തി. അണികളുടെ കൂട്ട വോട്ടുചോർച്ചയായിരുന്നു നമ്മൾ നേരിടേണ്ടി വന്നത്. ഇന്നിപ്പോൾ LDF കമ്മിറ്റിയിലും സമാനമായ വിമർശനങ്ങൾ ഉയരുന്നു. CPM അണികൾ കൂട്ടത്തോടെ പാർട്ടി വിട്ട് മറുചേരിക്ക് വോട്ട് നൽകി. കണ്ണൂരിലെ വിഭാഗീയതയും വ്യക്തിപൂജയും പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ കനത്ത വിള്ളലുകൾ സൃഷ്ടിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരക്ക പാളിച്ചകൾ. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട നേതാക്കളെ താങ്ങി നടക്കുന്നത് പാർട്ടിയെ ബംഗാൾ മോഡൽ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് നേതാക്കളുടെ കമന്റുകൾ. ഒടുവിൽ MA ബേബി പറയുന്നു, സഖാക്കൾക്ക് തുറന്നടിക്കാം. ഇനി തുറന്നടിക്കാനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ തുറന്നടിക്കാനുള്ള അവസരം ഒരിക്കലും കിട്ടില്ല എന്ന് MA ബേബിക്ക് മനസ്സിലായി. മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും വിളിച്ചു ചേർത്ത് പ്രവർത്തകരുടെ അഭിപ്രായം കേൾക്കും. പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻ ഇമേജ് പൂർണ്ണമായും തകർന്നു എന്ന് അണികൾ തന്നെ ഉച്ചത്തിൽ വിളിച്ചു പറയും എന്ന് MA ബേബി കരുതുന്നു. MV ഗോവിന്ദൻ ഭാര്യ PK ശാമണയ്ക്ക് സീറ്റ് കൊടുത്തതും പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമായി എന്നതാണ് ഇപ്പോൾ MA ബേബിയുടെ നിരീക്ഷണം. പ്രതിപക്ഷ നേതാവിനുള്ള ക്യാബിനറ്റ് പദവി വഴി സുരക്ഷാ കമ്പനിയും ഔദ്യോഗിക സൗകര്യങ്ങളും നിലനിർത്താൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിന് പച്ചയ്ക്കെതിരാണ്. പിണറായിയിലേക്കുള്ള അമിത അധികാര കേന്ദ്രീകരണമാണ് പാർട്ടിയെ തകർത്തത്. P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യം പരസ്യമായി പറയാനുള്ള ആർജവത്തോടെ നിൽക്കുന്നു. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനെ പോലെ സൗമ്യനായ ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന വാദവും ശക്തമായി മുറുകുന്നു. സഭയിൽ സർക്കാരിനെ നേരിടേണ്ടത് പിണറായിയുടെ കാർക്കശ്യ ശൈലിയിലല്ല, മറിച്ച് വസ്തുതകൾ നിരത്തിയുള്ള പോരാട്ടത്തിലൂടെയാണ്. MA ബേബി സ്വീകരിച്ച കർക്കശമായ നിലപാട് പിണറായി വിജയന് പാർട്ടിയിലുണ്ടായിരുന്ന ഏകപക്ഷീയ സ്വാധീനം നഷ്ടപ്പെടാൻ ഇടവരുമെന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത്. നമ്മൾ തോറ്റു എന്ന് പറയാൻ മടിക്കേണ്ടതില്ല എന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നലെ MA ബേബി തുറന്നടിച്ചു. അതുതന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ നിലപാടും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ലഭിച്ചു എന്നാണ് പിണറായി പക്ഷം പറയുന്നത്. പരാജയത്തിൽ ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല എന്ന വാദത്തിനായിരുന്നു മുൻതൂക്കം ലഭിച്ചത് എന്നവർ പ്രചരിപ്പിക്കുന്നു. അത് ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെടും. ഇത്രത്തോളം വലിയ തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. ഇതൊരു പരാജയമാണ്, അതിന് വേറെ പേരില്ല. അങ്ങനെ സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കളമൊഴിഞ്ഞു പോകില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കും, എവിടെയാണ് വീഴ്ചയുണ്ടായതെന്ന് പരിശോധിക്കും, മാറ്റങ്ങൾ വരുത്തും, തിരുത്തലുകൾ വരുത്തും. ഇതാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ. കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചർച്ചയിൽ കാര്യമില്ല എന്നാണ് MA ബേബിയുടെ നിലപാട്. മുൻപ് VS ഉണ്ടായിരുന്നെങ്കിൽ, EMS ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കരുത്തുണ്ടാകും എന്നതിൽ സംശയമില്ല. പാർട്ടിക്കാർക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാം എന്നാണ് MA ബേബി പറയുന്നത്. പൂർണ്ണമായും പിണറായി വിജയൻ്റെ അപ്രമാദിത്വം അസ്തമിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. പാർട്ടിയിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇന്നും നാളെയുമായി ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നതിൽ ഒരു ചിത്രമുണ്ടാകും. അപ്പോൾ കൂടുതൽ വ്യക്തത വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.